നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം. UDF രാപ്പകൽ സമരം ആരംഭിച്ചു. കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം. സമരം UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം. വീണ്ടും നേട്ടവുമായി കിംസ് ശ്രീചന്ദ് ആശുപത്രി. റോബോട്ടിക് റാഡിക്കൽ പോസ്റ്റേറ്റക്ടമി ശസ്ത്രക്രിയ വിജയകരം. 75-കാരൻ സുഖം പ്രാപിച്ചു. ഡാവിഞ്ചി റോബോട്ടിക് സംവിധാനം ഡോക്ടർമാർക്ക് സൗജന്യമായി നൽകുമെന്ന് ഡോക്ടർ ഫർഹാൻ യാസിൻ. കടക്കൽ ക്ഷേത്ര വിപ്ലവഗാന വിഷയം. ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടരുതെന്ന് അറിയില്ലായിരുന്നു. കേസെടുത്തതിനെ നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി. പാടിയത് ആസ്വാദകരുടെ ആവശ്യപ്രകാരം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം സംഘടിപ്പിച്ച രാപ്പകൽ സമരം ആരംഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. രീതിയിലാണ് ഈ ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായ പ്രതിഷേധം. ഇത് ഇന്ന് സൂചിപ്പിക്കുന്നതല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സമരങ്ങളെയും ആ സമരത്തിൻ്റെതായ അർത്ഥത്തിൽ കാണാനും അത് കേൾക്കാനും ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശാപമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അസഹിഷ്ണുതയാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. സമരം ചെയ്യുന്നവരോട് വിദ്വേഷം സ്വീകരിക്കുന്ന ഒരു സമീപനം. നമുക്കിവിടെ ത്രിതല പഞ്ചായത്തിന്റെ മെമ്പർമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള മുൻ മേയർ ഉൾപ്പെടെയുള്ള ഡെപ്യൂട്ടി മേയർ, മുൻ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരുടെയുണ്ട്. നമ്മുടെ ഈ സംവിധാനം, ഈ കോർപ്പറേഷനെ ആയാലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ആയാലും ഈ ഗവൺമെന്റ് എടുക്കുന്ന സമീപനം എന്താണ് എന്ന് നമുക്കറിയാം. പിണറായി സർക്കാർ വന്നതിന് ശേഷം പദ്ധതി വികസനത്തിൻ്റെതായാലും മെയിൻ്റെനൻസ് ആയാലും നൽകുന്ന നമുക്കറിയാം. അത് ഏപ്രിൽ, ആഗസ്റ്റ്, ഡിസംബർ മാസങ്ങളിൽ 3 തവണകളായിട്ടാണ് നൽകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി തിരുത്തുക, അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നയങ്ങൾ അവസാനിപ്പിക്കുക, പ്രാദേശിക സർക്കാരുകളുടെ സ്വയംഭരണ അധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ പിൻവലിക്കുക, ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില നിശ്ചയിക്കുക, കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം രാപ്പകൽ സമരം ആരംഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിർ അധ്യക്ഷനായി. CM ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു. മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, നേതാക്കളായ VP സമീർ, VV പുരുഷോത്തമൻ, MP മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് റഷീദ് കവായി, CV സന്തോഷ്, അഷ്റഫ് ബംഗാളി മുഹല്ല, BK അഹമ്മദ്, രാഹുൽ കായക്കൽ, കൂക്കിരി രാജേഷ്, KK നൌഷാദ്, ജോൺസൺ P തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലോക്സഭയിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് തെരുവിൽ ചോദ്യം ചെയ്യുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ. വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ നഗരം ചുറ്റി റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. നരേന്ദ്രമോദി ലോക്സഭയിൽ പാസാക്കിയെടുത്ത വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം വംശഹത്യ ബില്ലാണെന്നും ആ ബില്ലിനെ തെരുവിൽ ചോദ്യം ചെയ്യുമെന്നും വെൽഫെയർ പാർട്ടി ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ആവശ്യപ്പെട്ടു. കണ്ണൂർ നഗരം ചുറ്റി റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ വഖഫ് ബിൽ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ നിങ്ങൾ ചുട്ടെടുത്ത ഈ ഹിന്ദുത്വത്തിന്റെ ഭീകരവില്ലിത, വംശീയതയുടെ വില്ലിത ഞങ്ങളിത്
ഇന്ത്യ രാജ്യത്തിലെ ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി കത്തിച്ചിരിക്കുന്നു, ശാമ്പലാക്കിയിരിക്കുന്നു, അറബിക്കടലിൽ ഇറങ്ങിയിരിക്കുന്നു. അറബിക്കടല് ഈ കേരളത്തിന്റെ പ്രതിഷേധം അറിയുമെന്ന് പറഞ്ഞ ഈ കേരളത്തിന്റെ അപമാനമായ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങളിതാ എറിഞ്ഞത്. ജനറൽ സെക്രട്ടറി ഫൈസൽ മാടായി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CK മുനവീർ, ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി സഹൽ പാപ്പിനിശ്ശേരി, വെൽഫെയർ പാർട്ടി വൈസ് പ്രസിഡന്റ് പള്ളിപ്രം പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് തഹാനി സ്വാഗതവും വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാജഹാൻ ഐച്ചേരി നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് ജില്ലാ നേതാക്കളായ ഷറോഫ് സജ്ജാദ്, VB ചന്ദ്രൻ മാസ്റ്റർ, ജാബിദ TP, C മുഹമ്മദ് ഇംതിയാസ്, KP മഷ്ഹൂദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പീപ്പിൾസ് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന വായനയുടെ വിഷുക്കണി പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടാളി UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കും. വിഷുക്കണി എന്ന പരിപാടി ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി 3 മണിക്ക് കുട്ടികളുടെ കാവ്യസന്ധ്യ 2 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് കാവ്യസന്ധ്യയെ കാണുന്നത്. അതിനുള്ള രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് തന്നെ കാവ്യസന്ധ്യ ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 3 മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. അതിൻ്റെ ചടങ്ങിൽ പ്രധാനമായിട്ടും ബഹുമാനായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ MP ആയിട്ടുള്ള കനിമൊഴി, അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള ശിവദാസൻ MP പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി, അതോടൊപ്പം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ യതീഷ് ചന്ദ്ര IPS, നമ്മുടെ MLA ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കവയിത്രി കനിമൊഴി, KK ശൈലജ MLA, V ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ പങ്കാളികളാവും. കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനവും അന്നേ ദിവസം നടക്കും. 20 വായനശാലകളാണ് പഞ്ചായത്തിൽ സജ്ജമായത്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ കാവ്യസദസ്സ്, അലോഷി പാടുന്നു എന്ന ഗാനസദസ്സും നടക്കും. കൂടാളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വായനശാലകളും അവരവരുടെ ബാനറിൽ അണിനിരക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. ഇതിനുശേഷം സാംസ്കാരിക പ്രഭാഷണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ M സുർജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, സംഘാടക സമിതി ചെയർമാൻ E സജീവൻ, ലൈബ്രറി കൗൺസിൽ അംഗം K കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചാല ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ഉത്സവ ദിനങ്ങളിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകളായ പൂരംകുളി, കളമെഴുത്ത്, കളംപാട്ട്, മുളപൂജ, കളപൂജ, ശ്രീ ഭൂതബലി എന്നിവ നടക്കും. 4 മുതൽ 9 വരെ ഉച്ചയ്ക്ക് 12:30 പ്രസാദ സദ്യ, വൈകിട്ട് 3:30 ചാക്യാർകൂത്ത്, 5 ഇരട്ട തിടമ്പെഴുന്നള്ളത്ത്, രാത്രി 7:30 ക്ഷേത്ര ആരൂഢ സ്ഥാനമായ അമ്മൂലമ്മ സന്നിധാനത്തേക്ക് ഇരട്ട തിടമ്പെഴുന്നള്ളത്ത്, 9 ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത്, ക്ഷേത്ര പ്രദക്ഷിണം എന്നിവ നടക്കും. 10 ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം. UDF രാപ്പകൽ സമരം ആരംഭിച്ചു. കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം. സമരം UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം. വീണ്ടും നേട്ടവുമായി കിംസ് ശ്രീചന്ദ് ആശുപത്രി. റോബോട്ടിക് റാഡിക്കൽ പോസ്റ്റേറ്റക്ടമി ശസ്ത്രക്രിയ വിജയകരം. 75-കാരൻ സുഖം പ്രാപിച്ചു. ഡാവിഞ്ചി റോബോട്ടിക് സംവിധാനം ഡോക്ടർമാർക്ക് സൗജന്യമായി നൽകുമെന്ന് ഡോക്ടർ ഫർഹാൻ യാസിൻ. കടക്കൽ ക്ഷേത്ര വിപ്ലവഗാന വിഷയം. ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടരുതെന്ന് അറിയില്ലായിരുന്നു. കേസെടുത്തതിനെ നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി. പാടിയത് ആസ്വാദകരുടെ ആവശ്യപ്രകാരം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. അതിസങ്കീർണമായ റോബോട്ടിക് റാഡിക്കൽ പോസ്റ്റെക്ടമി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ. ഉത്തര മലബാറിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ. റോബോട്ടിക് സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തിയത് കൊയിലാണ്ടി സ്വദേശിയായ 75-കാരനിലാണ്. റോബോട്ടിക് സർജറി വിദഗ്ധൻ ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഡാവിഞ്ചി റോബോട്ടിക് സംവിധാനം ഡോക്ടർമാർക്ക് സൗജന്യമായി കണ്ണൂർ കിംസ് ശ്രീചന്ദിൽ നൽകുമെന്നും ഫർഹാൻ യാസിൻ പറഞ്ഞു. ഇന്ന് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ചെയ്യാനായിട്ട് സംവിധാനമുള്ള സ്ഥലങ്ങൾ കൊച്ചി, എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റൽസ് മാത്രമാണ്. അപ്പോൾ അതിന് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് പ്രോസ്റ്റേറ്റക്ടമി ഒരു 72 വയസ്സുകാരിൽ വിജയകരമായി പൂർത്തീകരിക്കുകയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു രോഗിക്ക് വളരെ സേഫായിട്ട് ആ സർജറി ചെയ്യുവാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് സേഫസ്റ്റ് സർജറി ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സേഫായിട്ടുള്ള സർജറി മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ള രോഗിക്ക് റോബോട്ടിക് സർജറിയിലൂടെ വളരെ സേഫായിട്ട് ആ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി ഏറ്റവും നല്ല പ്രിസിഷനോട് കൂടി, അല്ലെങ്കിൽ ഇപ്പം പണ്ട് കാലത്ത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും റിക്കറൻസിനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് റോബോട്ടിക് സർജറി വന്നതിന് ശേഷം അതില്ല. അപ്പോൾ ഒരു CA പ്രോസ്റ്റേറ്റ് ഉള്ള രോഗിക്ക് ഏറ്റവും വലിയ ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് പ്രോസ്റ്റെക്ടമിയാണ്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ എനിക്കൊന്ന് വടക്കൻ മലബാറിൽ തന്നെ ആദ്യമായിട്ട് അത് ചെയ്യാൻ കിംസ് ശ്രീചന്ദിനെ പറ്റി. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മാസമോളം ആവുന്നുണ്ട്. ഈ 5 മാസത്തിൽ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സും നമ്മൾ മുന്നേ നിങ്ങളൊക്കെ മുന്നിൽ വാക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സും കിംസ് ശ്രീചന്ദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാധാരണക്കാരന് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇന്ന് കൊച്ചിയിൽ പോയി ഒരു റോബോട്ടിക് പ്രോസ്റ്റെക്ടമി ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 7 ലക്ഷം രൂപയോളം ആവും. കിംസ് ശ്രീചന്ദിൽ അതുപോലെ 2.5 ലക്ഷം രൂപ ചെലവിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ രോഗിക്ക് സുഖം പ്രാപിക്കുമെന്നതാണ് പ്രത്യേകത. കണ്ണൂരിലെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ സുരക്ഷിതമായതും ചിലവ് കുറഞ്ഞതും ആണെന്നുള്ളതും ആശ്വാസമേകുന്നതാണെന്ന് രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞു. അച്ഛനാണ്. അച്ഛൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടതാണ് വേറെ ചെയ്ത് റോബോട്ടിക് സർജറിന്റെ. ഇവിടെ റോബോട്ടിക് സർജറി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് 75 വയസ്സായി, സ്ട്രോക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണെങ്കിലും പിന്നെ സർജറിക്ക് അത്ര ധൈര്യം കാണിക്കുന്നില്ല. അപ്പോഴാണ് കിംസ് ഹോസ്പിറ്റൽ ശ്രീചന്ദിൽ വന്നിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇതിന് മുന്നേ സർജറി ചെയ്തവരായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. അതും മേജർ സർജറി ആയിരുന്നു. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ ഉള്ള കോൺഫിഡൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അത്യാധുനിക ശസ്ത്രക്രിയയുടെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി അറിയപ്പെടുമെന്നും കിംസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഹാൻ യാസിൻ വ്യക്തമാക്കി. കൂടാതെ റോബോട്ടിക് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അംഗീകാരം കൂടി ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ മേഖലയിലെയും സർക്കാർ മേഖലയിലെയും സർജൻസിന് സൗജന്യ ട്രെയിനിംഗ് കൊടുക്കാനുള്ള അംഗീകാരം കൂടി കിംസ് ശ്രീചന്ദ് ആശുപത്രിക്ക് ഇതിനോടകം ലഭിച്ചു. തികച്ചും സൗജന്യമായാണ് ഇത് നൽകുന്നത്. കോഴ്സ് പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റും ഹോസ്പിറ്റൽ നൽകുന്നുണ്ട്. കേരളത്തിലെ 2 ഹോസ്പിറ്റലിലാണ് റോബോട്ടിക് ട്രെയിനിംഗ് അംഗീകാരമുള്ളത്. അതിലൊന്നാണ് കിംസ് ശ്രീചന്ദ് ആശുപത്രി. Srichand KIMS has acquired a DaVinci robot, which is the first of its kind in North Kerala. We have recently performed a nerve-sparing robotic radical prostatectomy on a gentleman from Kannur. Besides providing clinical cure of the cancer, we have also been able to preserve potency and incontinence, that is the need to wear diaper, and the ability to perform as a man if the gentleman so wishes. That is called as functional outcome in this particular gentleman. It's always a pleasure to be associated with Srichand KIMS with their ability to bring newer technology to North Kerala and provide world-class outcomes to the citizens of this particular part of the country. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ്, അസിസ്റ്റന്റ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ടോം ജോസ് കവലക്കാട്ട്, ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ അരുൺകുമാർ, മെഡിക്കൽ ഓങ്കോളജി ഡോക്ടർ അജയ് തോമസ്, സീനിയർ കൺസൾട്ടന്റ് യൂറോളജി ഡോക്ടർ സൂരജ് വിജയൻ, സീനിയർ കൺസൾട്ടന്റ് യൂറോളജി ഡോക്ടർ സന്തോഷ് കുമാർ സുബുദ്ധി എന്നിവരും പങ്കെടുത്തു. നമ്മുടെ യൂറോളജിയിൽ നമുക്ക് ഏറ്റവും അധികം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി. പ്രത്യേകിച്ച് ഈ ഏജ് അഡ്വാൻസ് ചെയ്ത ആൾക്കാർക്കാണ് ഈ സംഗതികൾ പൊതുവെ വരുന്നത്. നമ്മുടെ മെയിൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം
പുരുഷന്മാർക്ക് വരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അത് ഏർലിയായി കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ ഒരു കടമ്പയായിരുന്നു. അതിപ്പോൾ യൂണിവേഴ്സലായിട്ട് ആൾക്കാർ PSA ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പുതിയ ടെക്നോളജിയുടെ ആവശ്യം നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ടൊരു 10 കൊല്ലം മുമ്പൊക്കെ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ഓൾറെഡി എല്ലാവരുടെയും സ്പ്രെഡായി നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലായിരുന്നു ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി, സ്ഥിതി മാറിയിട്ടുണ്ട്. ബേസിക്കലി അത് PSA സ്ക്രീനിങ് കൊണ്ടാണ്. ബേസിക്കലി എല്ലാവരും 50 വയസ്സിന് ശേഷം ഇയർലി വൺസ് ഒരു PSA എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ ഡിറ്റക്ട് ചെയ്യാം. ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ PSA എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ യൂറോളജിസ്റ്റിനെ കാണിച്ച് ഒരു എക്സാമിനേഷൻ, റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരുടെയും രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. വൺസ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻ അവൈലബിൾ ആയി തുടങ്ങി. അപ്പൊ ക്യൂർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറ്റുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. സിറ്റി ന്യൂസ് കണ്ണൂർ. കുറുവ UP സ്കൂൾ 106-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി TK പ്രദീപൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനം നടന്നു. 2ാം ദിനത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇനിയും ഈ സമൂഹം മാഷിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അധ്യാപകരിലാണ്. കാരണം തലമുറകളെ വാർത്തെടുക്കുന്നത് അവരാണ്. അതുകൊണ്ട് ഔദ്യോഗികമായി സ്ഥാനത്ത് നിന്ന് വിരമിച്ചാലും ഹെഡ് മാസ്റ്ററായിട്ടും ഒക്കെ വിരമിച്ചാലും അനൗദ്യോഗികമായി തലമുറകളെ വളർത്തുന്ന പ്രക്രിയയിൽ മാഷ് പങ്കാളിയാവണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് മാഷുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ജനകീയ വിദ്യാഭ്യാസം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഔദ്യോഗികമല്ലെങ്കിൽ പോലും അനൗദ്യോഗികമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തുടർന്നും സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അനൗപചാരികമായി പോലും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം എന്നാണ് സമൂഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. വാർഡ് കൗൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ല BPC KC സുധീർ, അരുൺ C, കോറോത്ത് പ്രകാശൻ, VV വിജയൻ, C അരുൺ, M വേണുഗോപാലൻ മാസ്റ്റർ, മുഹമ്മദ് മാസ്റ്റർ, P ഉത്തമൻ മാസ്റ്റർ, MT ജലജകുമാരി ടീച്ചർ, C രാജീവൻ മാസ്റ്റർ, K പവിത്രൻ, മമ്മുഞ്ഞി, ഹരിദാസൻ K, P ജയലക്ഷ്മി ടീച്ചർ, പ്രദീപ് കുമാർ, K മുകേഷ് മാസ്റ്റർ, T ഹിളർ മാസ്റ്റർ, അജിത് P, മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. TK പ്രദീപൻ മാസ്റ്റർ യാത്രയപ്പിനുള്ള മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. പാരീതിയിലെ അന്ന് വ്യക്തിഗത മാനേജ്മെന്റ് ആയിരുന്നു, പിന്നീടാണ് സൊസൈറ്റിയിൽ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിഗത മാനേജ്മെന്റിന്റെ കാലം കഴിയുന്നവരെ സ്കൂളിന്റെ അവസ്ഥ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ക്ലാസ് റൂമുകളെല്ലാം. പക്ഷെ കുട്ടികളുണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൽ കയറുമ്പോൾ അന്ന് ബയോളജി ടീച്ചറായിരുന്നു 1ാം ക്ലാസ്സിൽ. ബയോളജി ടീച്ചർ ഞാൻ വന്ന ഉടനെ മാഷ് 1ാം ക്ലാസ്സിൽ മാഷിക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബയോളജി ടീച്ചർ വേറെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ എനിക്ക് 1ാം ക്ലാസ്സിലെ കുട്ടികളോട് തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും തുടിനാദം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കക്കോത്ത് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഓരോ വർഷവും പുതിയ കവുങ്ങും കുരുത്തോലയും ഉപയോഗിച്ച് ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് തന്നെ വ്രതാനുഷ്ഠാനത്തോടെ നിർമ്മിക്കുന്ന വലിയ തിരുമുടി വെക്കുന്ന കറുപ്പും വെളുപ്പും മുഖത്തെഴുത്തുള്ള അത്യപൂർവ തെയ്യക്കോലമാണ് കക്കുന്നത്ത് ഭഗവതിയുടേത്. 10 ലക്ഷം രൂപ ചെലവിൽ 600 പേർക്ക് ഇരിക്കാൻ കഴിയും വിധം നിർമ്മിച്ച ഭക്ഷണശാല ഇന്ന് ഭക്തർക്ക് തുറന്നു കൊടുക്കുമെന്ന് ക്ഷേത്രം ജനറൽ സെക്രട്ടറി വിനോദ് കക്കൂത്ത് പറഞ്ഞു. ഉച്ച കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത അതികഠിനമൂർത്തിയാം രൗദ്രദേവതയായും ശാന്തസ്വരൂപിണിയായ ജഗദംബികയായും കക്കുന്നത്ത് ഭഗവതി സാന്നിധ്യം ചെയ്യുന്ന തറവാടും ദേശവുമാണ് കാലാന്തരത്തിൽ കക്കോത്ത് എന്ന് അറിയപ്പെടുന്നത്. കക്കോത്ത് അനിൽകുമാറാണ് നിലവിൽ ക്ഷേത്രം എംബ്രോൻ. ഓരോ വർഷവും തികച്ചും പുതിയ കവുങ്ങും കുരുത്തോലയും ഉപയോഗിച്ച് ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് തന്നെ ക്ഷേത്രം ജന്മാരി വിശ്വകർമ്മജരായ മാമ്പ ആശാരി വളപ്പിൽ വിശ്വകർമാക്കൾ തങ്ങൾക്ക് പൂർവികമായി കിട്ടിയ പാരമ്പര്യം കാത്തുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ കാൽപാദം കൊണ്ട് ചവിട്ടാതെ കീറി ഒരുക്കുന്ന കവുങ്ങ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ തിരുമുടി വയ്ക്കുന്ന കറുപ്പും വെളുപ്പും മുഖത്തെഴുത്തുള്ള അത്യപൂർവ തെയ്യക്കോലമാണ് കക്കുന്നത്ത് ഭഗവതിയുടേത്. ഇതിന്റെ ജോലിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 10 ലക്ഷം രൂപ ചിലവിൽ 600 പേർക്ക് ഇരിക്കാൻ കഴിയും വിധം നിർമ്മിച്ച ഭക്ഷണശാല ഭക്തർക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞതായും ജനറൽ സെക്രട്ടറി വിനോദ് കക്കോത്ത് പറഞ്ഞു. നമ്മുടെ ഉത്സവങ്ങളുടെ അടുത്തു. നാളെ ഉത്സവത്തിന് കാവിൽ കയറൽ ചടങ്ങാണ്. അതോടനുബന്ധിച്ച് ഈ വർഷവും നിങ്ങൾ ഭക്തജനങ്ങൾക്കായി ഒരുപാട് സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടുവരെയാണ് ഭക്ഷണശാല.
600 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണശാല 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു. അതുകൂടാതെ നമ്മുടെ റോഡ് കുഗ്രാമത്തിലേക്കുള്ള റോഡ് എന്നുള്ളത് മാറി നഗരവീതിയിലേക്കുള്ള റോഡാക്കി മാറ്റി 6 മീറ്റർ വീതിയുള്ള നല്ലൊരു റോഡാക്കി മാറ്റി തന്നിട്ടുണ്ട്. ജനങ്ങളോട് ഒറ്റൊരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് സംഭവിച്ച റോഡാണ്. ഒരാളും എതിർപ്പ് പറയാതെ ഇത്ര സന്തോഷത്തോടുകൂടി സംഭവിച്ച ഒരു റോഡ് നിർമ്മാണം ഈ ഒരു ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കേണ്ടി വരുമെന്നാണ് എന്റെ അഭിപ്രായം. കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിൽ കേസെടുത്തതിനെ നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഗാനമേളയിൽ പാട്ട് പാടുന്നത്. ക്ഷേത്രോത്സവത്തിൽ വിപ്ലവ ഗാനം പാടരുതെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും അലോഷി പറഞ്ഞു. ആസ്വാദകരുടെ ആവശ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. വിപ്ലവഗാനം പാടിയത് തെറ്റാണെന്ന് പോലീസിന് തോന്നിയിട്ടുണ്ടാവാം. പാട്ടുപാടുന്നത് ഒരു കുറ്റമായി കണക്കാക്കാൻ പറ്റില്ല. ഉത്സവ പറമ്പിലെത്തുന്ന ആസ്വാദകരാണ്. അവർ ആവശ്യപ്പെടുന്നതാണ് പാടുന്നതെന്ന് അലോഷി പറഞ്ഞു. കടക്കലിലെ വിപ്ലവഗാനവുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം വന്നു, FIR ഇട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. മറ്റ് ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ സമയത്ത് വേണ്ട എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ എല്ലാ ചാനലുകളോടും പറഞ്ഞതുപോലെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത്. ആ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പാട്ട് കേൾക്കണം, അതാവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല. അവർക്ക് പിന്നീട് അതൊരു പരാതിയായി ഉന്നയിക്കാൻ തോന്നി. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയില്ല, എന്ത് വകുപ്പിനെ കുറിച്ച് ഇതൊന്നും അറിയില്ല. FIRൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അതറിഞ്ഞതിന് ശേഷം ബാക്കി പ്രതികരണത്തിലേക്കും അതിൻ്റെ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഗാനമേളയിലെ വിപ്ലവഗാന വിവാദത്തിൽ ഗായകൻ അലോഷിയെ 1-ാം പ്രതിയാക്കി കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. കടക്കൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ക്ഷേത്ര ഉപദേശക സമിതിയിലെ 2 പേരെയും കേസിലെ പ്രതികളാക്കിയിട്ടുണ്ട്. കടക്കൽ മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയണമെന്ന് ഹൈക്കോടതി ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. അഴീക്കോട് 3 നിരത്ത് വരി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 1 കലവറ നിരക്കൽ ഘോഷയാത്രയോടെ ആരംഭിച്ച താലപ്പൊലി മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നാഴിനെല്ലത്ത്, കളംപാട്ട് തുടങ്ങിയ ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവസാന ദിനമായ ഇന്ന് താലപ്പൊലി, കലക്ഷൻ വരവ്, തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം, ആറാടിക്കൽ തേരുകയറ്റലോടെ മഹോത്സവത്തിന് കൊടിയിറങ്ങി. തോട്ടട വെസ്റ്റ് UP സ്കൂൾ നഴ്സറി ഫെസ്റ്റ് 2025 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല സാഹിത്യ സംഗീത പ്രതിഭ കൃഷ്ണലുണ്ണി CS അതിഥിയായി പങ്കെടുത്തു. എൻഡോവ്മെന്റ് വിതരണം മുൻ ഹെഡ്മാസ്റ്ററും അധ്യാപക അവാർഡ് ജേതാവുമായ രഞ്ജിത് കുമാർ നിർവഹിച്ചു. സന്തോഷമുണ്ട് എന്നുള്ളത് കൂടി അവസരം അറിയിക്കുകയാണ്. വളരെ മനോഹരമായി ഇന്ന് നമ്മുടെ നാടിനകത്ത് നാം വളർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള മനോഹരമായ വാക്കുകൾ, വരികളാണ് അതിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പരീക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. സംഘാടക സമിതി വൈസ് ചെയർമാൻ PK രാജൻ ഉപഹാരം വിതരണം ചെയ്തു. ജനു ആയിച്ചാൻകണ്ടി അനുമോദന പ്രസംഗം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. ജനു ആയിച്ചാൻകണ്ടി, സുജയ, നീന PV, സിതാര, വിവേക് KV തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് K പ്രസീത സ്വാഗതവും ജസ്നയെ നന്ദിയും രേഖപ്പെടുത്തി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8400, പവന് 67,200 രൂപ, വെള്ളി 111 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം. UDF രാപ്പകൽ സമരം ആരംഭിച്ചു. കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം. സമരം UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം. വീണ്ടും നേട്ടവുമായി കിംസ് ശ്രീചന്ദ് ആശുപത്രി. റോബോട്ടിക് റാഡിക്കൽ പോസ്റ്റേറ്റക്ടമി ശസ്ത്രക്രിയ വിജയകരം. 75-കാരൻ സുഖം പ്രാപിച്ചു. ഡാവിഞ്ചി റോബോട്ടിക് സംവിധാനം ഡോക്ടർമാർക്ക് സൗജന്യമായി നൽകുമെന്ന് ഡോക്ടർ ഫർഹാൻ യാസിൻ. കടക്കൽ ക്ഷേത്ര വിപ്ലവഗാന വിഷയം. ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടരുതെന്ന് അറിയില്ലായിരുന്നു. കേസെടുത്തതിനെ നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി. പാടിയത് ആസ്വാദകരുടെ ആവശ്യപ്രകാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.